കൊടുങ്ങല്ലൂർ നഗരസഭയിലെ UDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിസരത്ത് നടന്ന UDFന്റെ അഭ്യർത്ഥനയുടെയും പ്രകടന പത്രികയുടെയും പ്രകാശനം AICC സെക്രട്ടറി TN പ്രതാപൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കും, വീടില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് താമസയോഗ്യമായ പാർപ്പിട പദ്ധതി ഉറപ്പാക്കും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ പദ്ധതി ശക്തിപ്പെടുത്തി വിപുലമാക്കും, എല്ലാ വാർഡുകളെയും കേന്ദ്രീകരിച്ച് നഗരപ്രദേശത്തെ 10 സ്ഥലങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന ഇന്ദിരാഗാന്ധി ക്യാന്റീൻ സ്ഥാപിക്കും, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും, കോട്ടപ്പുറം മാർക്കറ്റ് കൂടുതൽ ആധുനികവൽക്കരിക്കും, പൊതുശ്മശാനത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കും, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കി പ്രത്യേക സുരക്ഷാ സംവിധാന സൗകര്യങ്ങൾ നഗരസഭാ പ്രദേശത്ത് നടപ്പാക്കും തുടങ്ങി 45ഓളം വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിലുള്ളത്. പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, VM മൊഹീദ്ദീൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, KP സുനിൽകുമാർ, AM അബ്ദുൽ ജബ്ബാർ, വേണുഗോപാലൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭയിലെ UDFന്റെ പ്രകടന പത്രികയും അഭ്യർത്ഥനയും നമ്മളെല്ലാവരും കൂടി ഇവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരത്തെ സാബോട് സൂചിപ്പിച്ചുള്ള കൊടുങ്ങല്ലൂർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ്. മുജരിസ് പൈതൃക പദ്ധതിയുടെ മണ്ണ് ലോകത്തിന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മതനിരപേക്ഷത. പക്ഷെ കൊടുങ്ങല്ലൂരിൽ ഇനിയും വികസനം ആവശ്യത്തിന് എത്തിയിട്ടില്ല. ഇത്രമാത്രം സാധ്യതകളൊരു ഈ സ്ഥലത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF ജനങ്ങൾ മുന്നിൽ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. UDFന്റെ മുഴുവൻ നേതാക്കന്മാരും കൂടെ സന്നിഹിതരാണ്. എല്ലാവരും സമ്മതത്തോടു കൂടി ഈ പ്രകടന പത്രിക നമ്മളെല്ലാവരും കൂടി റിലീസ് ചെയ്യുന്നതായി ആരും മുഖം പറഞ്ഞു.